പുറത്തു പോകാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പണ്ടുള്ള ഉമ്മമാര് പറയാറുണ്ട്, മഗ്രിബിന് തൊട്ടു മുമ്പുള്ള സമയം പുറത്തു പോകരുത്. പെണ്ണുങ്ങളും കുട്ടികളും ആ സമയത്ത് പുറത്തു പോകാൻ പാടില്ല. കാരണം ശൈത്താൻ, ഇബ്ലീസ് ഇറങ്ങുന്ന സമയം. ആ സമയത്ത് പുറത്തു വിടണം. നമ്മുടെ മക്കളെ എങ്ങോട്ട് വിടുമ്പോഴും, അത് സ്കൂളിലാകട്ടെ, പള്ളിയിലാകട്ടെ, മദ്രസയിലാകട്ടെ, ട്യൂഷനാകട്ടെ, എങ്ങോട്ട് വിടുമ്പോഴും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ഒന്ന് പറഞ്ഞു വിട്ടാൽ ശൈത്താനിന്റെ ശർറുകളിൽ നിന്ന് അല്ലാഹു അവർക്ക് സംരക്ഷണം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പണ്ടത്തെ ഉമ്മമാർക്ക് വിവരമില്ലെന്ന് ആരാ പറഞ്ഞത്? അവർക്കൊക്കെ നല്ല ബുദ്ധിയാടോ? അവര് വെറുതെ പറയുന്നതല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, 3 സമയങ്ങളിൽ എപ്പോഴും സൂക്ഷിക്കണം. നട്ടുച്ച സമയം, ഉച്ച സമയം, സൂര്യൻ ളുഹറിന്റെ തൊട്ട് മുമ്പുള്ള സമയം, അതുപോലെ തന്നെ മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പുള്ള സമയം, അർദ്ധരാത്രിയിൽ. ഈ 3 സമയങ്ങൾ നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. എല്ലാവർക്കും തമാശയും കളിയൊക്കെയാ. അവിടെ ഇവിടെയൊക്കെ കയറി ഇറങ്ങി വിടും. അവസാനം പിന്നെ കിടന്ന് മക്കള് സങ്കടപ്പെടുന്നത് കാണുമ്പോ, അല്ലാഹുവേ, ഏർവാടിയിലൊക്കെ പോകുമ്പോ കാണാം, ഏർവാടിയിലും ഓരോ ദർഗകളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് കാണാം. അല്ലാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഓരോ സ്ഥലങ്ങളിലൂടെ നടന്നിട്ട് പടച്ചവനെ എന്തൊക്കെയാ കുട്ടികൾ കാണിക്കുന്നത്, ഒരു ശ്രദ്ധയില്ല. പെണ്ണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികളെ എവിടെ വിടുമ്പോഴും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് വിട്. മലക്കുകൾ നോക്കുമല്ലോ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമല്ലോ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പോലും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അല്ലാഹ് ഏൽപ്പിച്ചിട്ടല്ലേ വരുന്നത്. അവിടെ നിന്ന് തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞു വാതി ഏത് കാര്യമാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പറയേണ്ട ചില വാക്കുകൾ, അത് പറയുന്നത് കൊണ്ട് നമുക്ക് നഷ്ടമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാഷാ അല്ലാഹ്, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നത് കൊണ്ട് എന്ത് നഷ്ടമാണ് നമുക്കുള്ളത്? സൂറത്തുൽ കഹ്ഫ് ഓതുന്നവരല്ലേ നിങ്ങൾ? വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് ഓതുന്നവരല്ലേ? എടോ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ ചരിത്ര സഹിതം എനിക്ക് നിങ്ങൾക്കും പറഞ്ഞു തരുന്നുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ഒരു വാചകം പറഞ്ഞാൽ അള്ളാഹു നൽകിയിരിക്കുന്ന നിഅമത്ത് അവന് മരിക്കുന്ന കാലം വരെ അള്ളാഹു നിലനിർത്തി കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒരു വാക്ക് പറയുകയാണെങ്കിൽ, ഒരു വാചകം പറയുകയാണെങ്കിൽ, അള്ളാഹു നൽകിയിരിക്കുന്ന നിഅമത്ത്, നിന്റെ വീട്, നിന്റെ കാറ്, നിന്റെ ആരോഗ്യം, നിന്റെ സമ്പത്ത്, സർവ്വതും നിനക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന നിഅമത്തുകൾ മുഴുവനും മരിക്കുവോളം അല്ലാഹു നിലനിർത്തി തരും. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, ഇതൊന്നും വെറുതെ പറയുന്നതല്ല. ഞാൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ചരിത്രങ്ങൾ ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുമ്പോൾ ഒരു വാഹനത്തിൽ കയറുമ്പോഴാണെങ്കിലും അത് പറയണം. കാരണം ആക്സിഡന്റുകൾ പറ്റി മരിച്ചു പോകുന്ന അപകടങ്ങൾ വല്ലാതെ എത്ര പേരാ. എന്റെ പ്രിയപ്പെട്ടവരെ, തവക്കൽതു അലല്ലാഹ് എന്ന് പറയണം. പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ, ഇബ്ലീസ്, ഷർറുകൾ, ശൈത്താനിന്റെ ഷർറിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് സംരക്ഷണം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. 4, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ, തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു കൊടുക്കുന്ന 4ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അവന്റെ ഉപജീവനം അല്ലാഹു അവന് കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരുമടോ. നിനക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരികയാ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു عليه وسلم لو أنكم كنتم تتوكلون على الله حق توكله لرزقتم كما ترزق الطير تعدو خماسا وترهو بطانا. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ പറവകളെ കാണുന്നവരാണല്ലോ, പക്ഷികളെ കാണുന്നവരാണല്ലോ. കടലിന്റെ തിരമാലകൾ അടിച്ചു വരുന്ന കടലിന് എതിരായി പറവകൾ പറന്നു പോവുകയാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവൻ അല്ലാഹുവാണല്ലോ, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവന് പടച്ചറപ്പാണല്ലോ. അതുകൊണ്ട് ആരെങ്കിലും തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു അവന് ഉപജീവനത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും. അവന് കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.
പത്തനാപുരത്ത് ഇടത്തറയിൽ കിടക്കുന്ന ഷാവുൽ ഹമീദിന്റെയും സാറാ ബീവിയുടെയും മകനായി എനിക്ക് എൻ്റെ ഉമ്മാടെ വയറ്റിൽ കിടന്ന